വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ 23-ാമത്തെ വാക്യം. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വചനം വായിച്ചത്. നാം ചിന്തിക്കുന്ന വചനമാണ്, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്ന് ശമൂവേൽ പ്രവാചകൻ, അഥവാ ശമൂവേൽ ന്യായാധിപനാണ്, പ്രവാചകനാണ്. അല്ലെങ്കിൽ ശക്തനായ ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന ആ ദൈവദാസൻ പറയുക, ഞാൻ യഹോവയോട് പാപം ചെയ്യുന്നു. പാപം എന്ന് പറയുന്നത് പിടിച്ചു പറിക്കുക, മോഷ്ടിക്കുക, വ്യഭിചരിക്കുക, കൊലപാതകം ചെയ്യുക, കൊള്ളയടിക്കുക, ആക്രമിക്കുക, അങ്ങനെ പാപത്തിന്റെ പരിണിത ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ശമൂവേൽ പ്രവാചകൻ പറയുന്നത്, ഞാനോ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യുവാൻ ഇടവരരുതേ എന്നുള്ളതാണ്. പ്രൈസലോ. മിസ്രൈമിൽ നിന്നും പുറപ്പെട്ടു വന്ന ഇസ്രായേലത്തെ മോശ മരുഭൂമിയിലൂടെ നടത്തി. ഹല്ലേലൂയ. മോശയ്ക്ക് ശേഷം യോശുവ അവരെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് ന്യായാധിപന്മാരുടെ കാലഘട്ടം നമുക്കറിയാം. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ ഈ ജനത്തിൽ ന്യായപാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ജനം നിലവിളിക്കുന്നത്, ഞങ്ങൾക്കൊരു രാജാവിനെ ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ അവരുടെ നിലവിളിക്ക് ഹല്ലേലൂയ മറുപടിയായി ശമൂവേൽ ഒരു രാജാവിനെ, അഥവാ ശൗലിനെ അവർക്ക് വഴിച്ചു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു രാജാവ് ഇസ്രായേൽ ജനത്തിൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ശമൂവേലിന് ഒരു തീരുമാനമായി, ഇനി ഞാൻ ഈ ജനത്തിന്റെ ഇടയിൽ ന്യായപാലനം ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഈ ന്യായപാലനത്തിന് വിരമിക്കുകയാണ്. ഈ ജനത്തെ നയിക്കുവാൻ രാജാവുണ്ട്. അങ്ങനെ ഒരു വിടവാങ്ങൽ സന്ദേശമാണ് ഹല്ലേലൂയ ഈ 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം നമ്മൾ കാണുന്നത്. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ ഒരു വിടവാങ്ങൽ സന്ദേശം നടത്തുന്ന കൂട്ടത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ആകയാൽ ഇപ്പോൾ നിന്ന് യഹോവ നിങ്ങൾ കാണുക ചെയ്യുവാൻ പോകുന്ന ഈ വലിയ കാര്യം കണ്ടുകൊള്ളുവിൻ എന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിന്റെ 16 തൊട്ട് വാക്യങ്ങൾ വായിക്കുക. ഹല്ലേലൂയ. കണ്ടുകൊള്ളുവിൻ. സ്തോത്രം. ഇത് ഗോതമ്പ് കൊയ്ത്തിന്റെ കാലമല്ലോ. ഞാൻ യഹോവയോട് അപേക്ഷിക്കും, അവൻ ഇടിയും മഴയും അയക്കും. നിങ്ങൾ ഒരു രാജാവിനെ ചോദിക്കിയാൽ യഹോവയോട് ചെയ്ത ദോഷം എത്ര വലിയതെന്ന് നിങ്ങൾ അതിനാൽ കണ്ടറിയും. ഹല്ലേലൂയ. ശമൂവേൽ പ്രവാചകൻ പറഞ്ഞ അങ്ങനെ ശമൂവേൽ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അന്ന് ഇടിയും മഴയും അയച്ചു. ജനമെല്ലാം യഹോവയെയും ശമൂവേലിന്റെയും ഭയപ്പെട്ടു. ജനമെല്ലാം ശമൂവേലിനോട് അടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അവിടെ പറയുന്നത് കാണാൻ കഴിയും. അന്നും ഇന്നുമെല്ലാം ജനം ദൈവത്തോട് പാപം ചെയ്യും. ദൈവം എന്തെല്ലാം ഉപകാരങ്ങൾ, എന്തെല്ലാം നന്മകൾ ചെയ്താലും ആ നന്മയെ അപ്പോൾ മാത്രം അനുഭവിച്ചുകൊണ്ട് പിന്നത്തേതിൽ ദൈവത്തെ മറന്നു പോകുന്ന ജനമാണ് ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സാഹചര്യവും ഇന്നത്തെ ജനവും ഇന്നത്തെ ദൈവസഭയും അത് തന്നെയാണ്. നന്മകൾ കിട്ടുമ്പോൾ മാത്രം, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ വേണം. ഹല്ലേലൂയ. അല്ലാത്തപ്പം ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ. മിസ്രൈമിൽ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവത്തെ അവർ മറന്നുപോയിട്ടാണ് ഹല്ലേലൂയ അവർ രാജാവിനെ ചോദിക്കുന്നത്. സ്തോത്രം. അങ്ങനെ രാജാവിനെ ചോദിച്ചത് ദൈവത്തോട് പാപം ചെയ്യുവാൻ കാരണമായി. ഹല്ലേലൂയ. അതിനാണ് ശമൂവേലിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മഴയും ഇടിയും അയക്കുക മാത്രമല്ല, ഇസ്രായേൽ ശമൂവേലിന്റെ യഹോവയെ ഭയപ്പെട്ട് നിരപ്പാട് വീട് തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറാകുന്നു. ഇന്ന് പകരം എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം. നാം ദൈവത്തിൽ ഒരിക്കലും അഹങ്കരിച്ചും നെകളിച്ചും പോകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ വചനത്തെ സമയാസമയങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. രക്തം ചെയ്യണം. അപ്പൊ പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപമാണെന്ന് ഇവിടെ ശമൂവേൽ നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേൽ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ശക്തിയേറിയ പ്രാർത്ഥന പാപങ്ങളെയും പരീക്ഷകളെയും അകറ്റുവന്ന്. ഈ കാലഘട്ടത്തിൽ ഈ വചനം വളരെ പ്രാധാന്യം കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പാപത്തെയും നിങ്ങളുടെ അകൃത്യങ്ങളെയും നിങ്ങളുടെ പരീക്ഷകളെയും നീക്കിക്കളയും. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിച്ചു വരും.
അല്ലേലിയ. പ്രാർത്ഥിക്കാതിരുന്നാൽ പാപങ്ങൾ വർദ്ധിക്കും, പാപ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കും. അല്ലേലിയ. ഞാനതിന് ഉദാഹരണം പറയാം. നിങ്ങൾ വളരെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് ചിന്തിക്കുക. അങ്ങനെ നിങ്ങൾ സമയവും സന്ദർഭം നോക്കാതെ സമയപരിധികളില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ, അല്ലേലിയ, നിങ്ങൾ പ്രാർത്ഥനയും എടുത്ത് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഒരു സ്ഥലത്ത് പോയിരുന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് അനവധി ദുർചിന്തകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഏകാന്തത പിശാച് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഏകാന്തതയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം തള്ളിപ്പറയിക്കത്തക്ക നിലയിൽ നിങ്ങളുടെ മനസ്സിനകത്ത് സാത്താൻ ചിന്താഗതികളെ കൊണ്ടുവരും. അല്ലേലൂയ. അങ്ങനെ സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്താഗതികൾ കൊണ്ടുവരുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നിട്ട് നിങ്ങൾ ദൈവത്തോട് പിറുപിറുക്കാൻ തുടങ്ങും. അത് പാപം തന്നെയാണ്. എന്നാൽ നിങ്ങൾ ദൈവസനെ ചേർന്നിരുന്ന കഷ്ടം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും നന്മ വരുമ്പോഴും ആപത്ത് വരുമ്പോഴും കെണികൾ വരുമ്പോഴും ഉപദ്രവങ്ങളും വ്യാധികൾ വരുമ്പോഴും എന്തെല്ലാം സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും അവിടെയെല്ലാം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അല്ലേലൂയ, നിങ്ങളെ പാപത്തിൽ വീഴ്ത്തുവാൻ സാത്താന് കഴിയില്ല. അല്ലേലൂയ. അപ്പൊ ഈ സാജനം ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അവർ അനുദപിച്ചപ്പോൾ വീണ്ടും ശമൂവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിച്ചു വരാതിരിപ്പാൻ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. മനുഷ്യ ജീവിതമാണ് പലവിധമായ പരാജയങ്ങളിലേക്ക് കടന്നു പോയെന്ന് വരാം. ഓരോ ദിവസവും മനുഷ്യന്റെ ജീവിതമാണ് ഓരോ ദിവസവും പലവിധമായ പരാജയങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് നിങ്ങൾ പോയെന്ന് വരാക്കാം. പക്ഷെ ഇന്നത്തെ ആരോഗ്യമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പ്രഭാതത്തിൽ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ നന്മയായിരിക്കണമെന്നില്ല അടുത്ത പ്രഭാതത്തിൽ കാണാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. കുടുംബ ജീവിതത്തിനകത്തും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനകത്തും നിങ്ങളുടെ ബിസിനസ്സിനകത്തും ജോലിക്കകത്തും നിങ്ങളുടെ മക്കളെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, നിങ്ങളുടെ കുടുംബക്കാരെ കൊണ്ട്, ദേശത്തെ കൊണ്ട്, സഭയെ കൊണ്ട് പല വിധത്തിലും നിന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരാം. രക്തജയം. അങ്ങനെ പരാജയങ്ങൾ കടന്നു വരുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വഭാവേ, ആ പരാജയത്തിന്റെ മുമ്പിൽ നീ തകർന്നു പോകാതെ നീ ദൈവസന്നിധി നെടുമ്പാട് വീട് കരയുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, സർവശക്തനായ ദൈവത്തിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരും. രക്തജയം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്വഭാവി, നീ കടന്നു പോകുന്ന ചില പരാജയങ്ങളുടെ ചില പരാജയ ഭീതികൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടുവിൽ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. നീ മാരകമായ രോഗത്തിന് അധീനമായി സ്തോത്രം, രോഗം നിന്റെ ശരീരത്തെ കാർന്നു തിന്നുകയാണ്. പലവിധമായ പരാജയങ്ങൾ നിന്റെ ജീവിതത്തിൽ. നീ മരിച്ചു പോകുന്നത് പോലും ഡോക്ടർമാർ വിധി എഴുതിയ സ്ഥാനത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന്, ഏകാഗ്ര ഹൃദയത്തോടെ, നിഷ്കളങ്കതയോടെ, സത്യസന്ധതയോടെ, ഹൃദയത്തിന്റെ വിശുദ്ധിയോടെ നിന്റെ കുറവുകളെ നീ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മാറ്റിത്തരാം ദൈവശക്തന. നിന്റെ പാപങ്ങൾ എത്ര കടിച്ചു ഒപ്പായിരുന്നാലും രക്താംബരം പോലെ ചുമന്നിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുള്ള ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ പാപത്തിന് പരിഹാരം നിങ്ങൾ ഏത് മതസ്ഥനുമായിരിക്കട്ടെ, ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല. ഹല്ലേലൂയ. ദൈവവചനം ഈ ലോകത്തിലുള്ള എല്ലാ ജനത്തിലുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വചനവും ദൈവവും യേശു നിങ്ങളുടേതല്ലേ, ഞങ്ങളുമായിട്ട് എന്താ ബന്ധമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ക്രൈസ്തവർക്ക് മാത്രമുള്ളതല്ല ദൈവം. ക്രിസ്ത്യാനി എന്ന് പറയുന്ന വിഭാഗത്തിന്റെ മാത്രമല്ല ദൈവം. ദൈവം നമ്മുടെ എല്ലാവരുടെയും കൂടെ ദൈവമാണ്. അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, സർവശക്തനാണ്. അവന്റെ മക്കളാണ് ഭൂമിയിലുള്ളതെല്ലാം. എന്നാൽ നിങ്ങൾ പാപം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ പാപം വസിക്കുന്ന നിങ്ങൾ അവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങൾ മടങ്ങി വന്ന് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സ് ദൈവത്തിന് കൊടുക്കുമ്പോൾ, നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് കൊടുക്കുമ്പോൾ, നിങ്ങൾ വിശുദ്ധിയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, യേശുവിനെ രക്ഷകനും പിതാവുമായി സ്വീകരിച്ചുകൊണ്ട് അവരെ കൽപ്പന പ്രമാണിച്ച് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർഭത്തിൽ, ആ സമയം തൊട്ട് ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ മകനായി മകളായി മാറുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. നമ്മളെ അവനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. അങ്ങനെ നിങ്ങൾ പാപം ജീവിക്കുമ്പോൾ പാപത്തിന്റെ ശരീരത്തിന് അവകാശമില്ലാതാകും. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തെ പാപത്തിന്റെ ശക്തികൾ, പാപത്തിന്റെ ആസക്തികൾ, സാത്താൻ നമ്മുടെ ശരീരത്തെ അവകാശം പറയരുത്. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കൊരിന്ത്യലേഖനത്തിൽ ഓർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ,
നമ്മെ മുഴുവനായി അവന് സമർപ്പിക്കണം. ഇസ്രായേലിനെ പിറുപിറുത്തതുപോലെ നാം പിറുപിറുക്കരുത്. മക്കളെ, മരുഭൂമിയിൽ 40 വർഷം അവരുടെ ചെരുപ്പ് തയ്യാതെ അവരുടെ വസ്ത്രം മുഷിഞ്ഞു പോകാതെ അവരിൽ ആർക്കും ഒരു ക്ഷീണമില്ലാതെ 40 വർഷം കാടപ്പിക്ഷയും മഞ്ഞയും കൊടുത്ത് പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്ത് സമയാസമയങ്ങൾ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ പോറ്റിപ്പുലർത്തിയ ദൈവം, അവരെ വാഗ്ദത്ത കനാലിലേക്ക് കൊണ്ടുവന്ന ദൈവം, ആ ദൈവത്തെ മറന്നാണ് ഈ ജനം ഇപ്പോൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം, ദൈവത്തെ സ്തുതിക്കണം. ഒരിക്കലും നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പോലും നാം ദൈവത്തോട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നാം ദൈവസ്ഥനെ പിറുപിറുക്കരുത്. ദൈവസ്ഥനെ പിറുപിറുത്താൻ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നമ്മുടെ മേൽ നീട്ടുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നമ്മുടെ മേൽ വന്നാൽ നമുക്ക് അതിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയുകയില്ല. പ്രൈസരോ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന് വചനം കേൾക്കുന്ന ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ നീ ദൈവത്തെ സ്തുതിക്കണം. നീ മാറിയിരുന്ന ഒറ്റയ്ക്ക് ചിന്തിച്ച് അനവധിയായ കാര്യങ്ങൾ നിന്റെ മനസ്സിനകത്ത് വന്ന് അവസാനം അത് നിന്റെ പാപത്തിലേക്ക് നയിച്ച് നിന്റെ ജീവിതത്തെ പോലും തകർത്ത് കളയാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പ്രാർത്ഥന ജീവിതത്തെ ഒരിക്കലും അലക്ഷ്യമായി കാണരുത്. പ്രാർത്ഥന ജീവിതത്തെ ഒരിക്കലും അലക്ഷ്യമായി കാണരുത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി മാറണം. പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതായിരിക്കണം. ഈ പ്രാർത്ഥന നിങ്ങളുടെ മക്കളെ ചെറുപ്രായം തൊട്ട് തന്നെ പഠിപ്പിക്കണം. നിങ്ങളുടെ മക്കൾ LKG UKGയിലൊക്കെ പോയി അല്ലെങ്കിൽ അവരിപ്പോൾ സംസാരിക്കാനൊക്കെ പഠിച്ചു വരുമ്പോൾ തന്നെ, ഇനി നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ, ചെറിയ കുട്ടിയുടെ ബാല്യത്തിൽ തന്നെ ഹല്ലേലൂയ അവനെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചാൽ, അവൻ LKG UKGയിലും പഠിക്കുന്നതോറും അവൻ അറിവ് കൂട്ടുന്നതോറും പ്രാർത്ഥനയിലും അവൻ അതിന് വേണ്ടുന്ന കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ മക്കളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഓരോ ദൈവമക്കളെയും പ്രധാനപ്പെട്ട കടമയാണ് നമ്മുടെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ മാലിന്യങ്ങളും ലോകത്തിന്റെ ചണ്ടിക്കൂമ്പാരങ്ങളെ എല്ലാം നിന്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അവരെ അതിലല്ല വളർത്തിയെടുക്കേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് മുമ്പിൽ വലിയ ആൻഡ്രോയിഡ് സെറ്റ് കൊടുത്ത് യൂട്യൂബ് ഓണാക്കി കൊടുത്ത് ഡോമഞ്ചറിയൊക്കെ കൊടുത്ത് വലിയ സ്വതം പിന്നെ ഗെയിമുകളെ കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ പിശാച് അപഹരിച്ചെടുക്കാതിരിക്കാൻ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ ഹല്ലേലൂയ നിന്റെ കുഞ്ഞിന്റെ കയ്യില് ഈ മൊബൈൽ കൊടുക്കാതെ ആ കുഞ്ഞിനെ വചനം പറഞ്ഞു പഠിപ്പിക്കുക, യേശുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുക. അവൻ വളരുമ്പോൾ ഹല്ലേലൂയ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. വാനം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാമെന്ന് ദൈവത്തിന് വചനം പറയുന്നത്. അപ്പൊ അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മകനെ നീ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം, യേശുവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കണം. അവന്റെ ചെറുപ്രായം തൊട്ട്. ഇന്നത്തെ തലമുറയെ കണ്ടിട്ടില്ലേ? അമ്മ വളർന്നു വരുമ്പോ അപ്പൻ ഇങ്ങോട്ട് വിളിച്ചാൽ അമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ പോടാന്ന് പറഞ്ഞ് ചൂടുന്ന മക്കളെ കൂത്തിനുകൾ കണ്ടില്ലേ? എത്ര വിവരം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഇങ്ങോട്ട് പോടാം, അമ്മ പറഞ്ഞു ഇങ്ങോട്ട് നീ പോടാ എന്നൊക്കെ പറഞ്ഞ് അസഭ്യ വാക്കുകൾ പോലും വിളിച്ചു പറയുന്ന കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മാതൃകയില്ലാത്ത ജീവിതം നിന്റെ കുടുംബത്തിൽ മാതാപിതാക്കൾ ഭവനത്തിനകത്ത് പറയുന്ന അശുദ്ധമായ അവിഹിതമായ അസഭ്യമായ വാക്കുകൾ നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ആ വാക്കുകൾ കേട്ടുപഠിച്ചിട്ട് അവസാനം നിന്നോട് തന്നെ ആ കുഞ്ഞത് പറയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അത് വരാതിരിക്കണമെങ്കിൽ നിന്റെ കുഞ്ഞിനെ ചെറുപ്രായത്തിൽ തന്നെ പ്രാർത്ഥന പഠിപ്പിക്കണം. യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണം. ആ കുഞ്ഞിനെ വിശുദ്ധമായി വളർത്തിയെടുക്കാൻ കഴിയണം. ഹല്ലേലൂയ. രാജാവായ ആസാമിന്റെ കാലത്ത് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 2 രാജാക്കന്മാരുടെ പുസ്തകം ഹല്ലേലൂയ സ്തോത്രം 15-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. ഹല്ലേലൂയ. ആസയുടെ ഭരണകാലഘട്ടത്തിൽ ആസ എല്ലാവരും ശുദ്ധീകരണം നടത്തി. ഹല്ലേലൂയ. ആമീൻ. 2 പുസ്തകം ഹല്ലേലൂയ 15-ാം അധ്യായം വായിക്കുമ്പോൾ ആസ പ്രവാചകന്റെ മുന്നറിയിപ്പാണ്. അനന്തരം ആമീൻ ഹല്ലേലൂയ ഓതേദിന്റെ മകനായ അസരിയാവിന്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് വന്നു.
അവൻ ആസയെ എതിരേറ്റ് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ആസയും എല്ലാ യഹൂദരും ബെന്യാമീനും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും. ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവവും ഉപദേശിക്കുന്ന പുരോഹിതന്മാരും ന്യായപ്രമാണവും ഇല്ലാതിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആലോചന ആസയെ അറിയിച്ച് അത് പിന്നീട് ഇസ്രായേലിൽ വലിയൊരു ശുദ്ധീകരണത്തിന് കാരണമായി. ഒരു ശുദ്ധീകരണം നടത്തി. പൂജാബിംബങ്ങളെ വിഗ്രഹങ്ങളെ ഉടച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുവാൻ ജനത്തിന് കൽപ്പന കൊടുക്കുന്ന ഭാഗമാണ് ആമീൻ 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം 10 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ, അവൻ ആസയുടെ വാഴ്ചയുടെ 17-ാം ആണ്ടിൽ 3-ാം മാസത്തിൽ യെരുശലേമിൽ വന്നുകൂടി. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ 700 കാളയെയും 7000 മാടിനെയും അന്ന് യഹോവയ്ക്ക് യാഗം കഴിച്ചു. പിന്നെ അവൻ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളണമെന്നും, ചെറിയവരോ വലിയവരോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാതിരുന്നാൽ അവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് അന്നത്തെ കാലത്ത് വലിയൊരു രാജകൽപ്പന നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്തും കൽപ്പനകൾക്ക് മാറ്റമില്ല കേട്ടോ. ഇതേ അനുഭവം തന്നെ നീ നിന്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. നീ ഇസ്രായേലിന്റെ ദൈവത്തെ നമ്മെ വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ അവസാനത്തോടെ രക്തം പരത്തുന്ന, പാപത്തിന് വിടുവിച്ച് നമ്മെ നാശത്തിന് വിടുവിച്ച് നിത്യജീവിലേക്ക് നയിച്ച ദൈവത്തെ നിങ്ങൾ അന്വേഷിക്കണം. ആസറയ ഇസ്രായേലിന്റെ ദൈവത്തെ അന്വേഷിക്കാതിരുന്നാൽ മരണശിക്ഷ അനുഭവിക്കണമെന്ന്. അന്ന് ഉടനടി അവൻ ന്യായവിധിയുണ്ട്. അന്ന് ശിക്ഷ നടപ്പിലാകും. ഇന്ന് ദൈവം നമ്മോട് കരുണ കാണിക്കുക. ഇന്ന് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാതെ എത്രയോ നാളുകളായി നമ്മുടെ തന്നിഷ്ടപ്രകാരം നമ്മൾ ഓരോന്ന് തെരഞ്ഞെടുത്ത് നമുക്ക് ഇഷ്ടമുള്ളവർ പോലെ ജീവിക്കുന്നു. എന്നാൽ ഇത് പകരം കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങുക. നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങുക. നിങ്ങളുടെ ജീവിതം നിങ്ങളായിട്ട് തന്നെ തകർത്ത് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവമായിട്ട് അടുത്ത ബന്ധം പുതുക്കുവാൻ കഴിയണം. ഇസ്രായേൽ ജനം ദൈവത്തോട് പാപം ചെയ്തതുപോലെ ഞാൻ നിങ്ങൾ ദൈവത്തോട് പാപം ചെയ്ത് ദൈവത്തിന് അകന്നു പോകാതെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. രാജാവായി ആസയുടെ കാലത്ത് ഇസ്രായേലിന്റെ ദൈവമായി യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നൊരു നിയമം ചെയ്തു. പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് ശ്വാസത്തെ പോലെയാണ്. അല്ലെ? പ്രാർത്ഥന ഒരു വിശ്വാസിക്ക് നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെയാണ്. ഒരു നിമിഷം നമ്മുടെ ശ്വാസം നിലച്ചു പോയാൽ നമ്മളെ കൊണ്ട് പിന്നെ യാതൊന്നിനും കൊള്ളത്തില്ല. ഒരു നിമിഷം നമ്മുടെ ശ്വാസം നിലച്ചു പോയാൽ നമ്മുടെ ജീവൻ നമ്മൾ നഷ്ടപ്പെടുന്ന മരണം നമ്മെ ഭരിക്കരുത് എന്ന് പറഞ്ഞവരെ, ശ്വാസം എടുക്കുന്നത് പോലെ ശ്വസിക്കുവാൻ നിങ്ങൾ മറന്നു പോകാത്തതുപോലെ ആ ശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അനുദിനം 24 മണിക്കൂറും ഇടപെടാതെ നടക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ടാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്ത് ഇടപെടാതെ പ്രാർത്ഥിപ്പി. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവിൽ ദൈവ ഇഷ്ടമെന്ന് 1 തെസ്സലോനിക്ക ലേഖനം 5:16, 17, 18 വായിക്കുമ്പോൾ, അപ്പൊ ശ്വാസം നിങ്ങൾ എടുക്കുന്നത് പോലെ തന്നെ, ശ്വാസം എടുക്കുകയും പുറത്തോട്ട് വിടുകയും ചെയ്യുന്നത് പോലെ തന്നെ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് നിങ്ങൾ ആരായിരുന്നാലും, ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്നവനായിരുന്നാലും, മത നേതാവായിരുന്നാലും, മതത്തിന്റെ ഉന്നത സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും, വേർപെട്ട കൂട്ടമായിരുന്നാലും, ജാതികളിൽ നിന്ന് ദൈവത്തിലേക്ക് വന്നവർ പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വന്ന് നിങ്ങൾ ശ്വാസം എടുക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കണം. ഇത് ലോകത്തിലുള്ള എല്ലാ ജനത്തിനും പറയുന്നത് കേട്ടോ. അല്ല ചിലർ പറയും ക്രൈസ്തവർക്ക് മാത്രമേ പ്രാർത്ഥന, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് കേട്ടോ. വചനം പറയുന്നല്ലേ ഇവിടെ വചനം പറയുകയാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പാപത്തന്ത്രയപ്പെട്ടതാണെന്ന്. ഞാനായിട്ടിപ്പം നിങ്ങളോട് പറഞ്ഞു തരേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ കണക്കുകൾ നിങ്ങളൊരു പുസ്തകം ബുക്കെടുത്ത് ഒരു പേനയുമെടുത്ത് മാറിയിരുന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന പാപങ്ങളെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ ദൈവം പോലും പൊറുക്കാത്ത പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുമ്പോൾ, നിങ്ങളുടെ അകൃത്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങൾ ചെയ്തു കൂട്ടിയ നികഷ്ടമായ നീചമായ ഹീനമായ ദൈവം പോലും പൊറുക്കുന്ന, ദൈവം പോലും അറയ്ക്കുന്ന പാപത്തെ നിങ്ങൾ എഴുതി വെച്ചാൽ അത് എത്ര ഭയാനകമായിരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ പാപത്തിൽ വീണ് കിടക്കുന്ന ജനമേ, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഹല്ലേലൂയ ആ തെറ്റിനെ തിരുത്തി വരുവാൻ ഏക വഴി പ്രാർത്ഥനയാണ്.
നമ്മുടെ തെറ്റുകൾ തിരുത്തി മടങ്ങി വരാൻ ഏക വഴി പ്രാർത്ഥനയാണ്. ഞാൻ ഈ ദൈവവചനമൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം മുഴുവൻ പാപത്തിൽ നിറയപ്പെട്ടതായി, തെറ്റുകൾ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നു. നല്ലൊരു ജീവിതം നയിപ്പാൻ, നല്ലൊരു മാതൃകാ ജീവിതം നയിപ്പാൻ, നല്ലൊരു ക്രൈസ്തവനെ ജീവിപ്പാൻ എനിക്ക് കഴിയാതിരുന്നിട്ടുള്ള കാലഘട്ടമുണ്ടെന്ന്, ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടന്ന് പാപം മാത്രം ജീവിതത്തിൽ നിറഞ്ഞു നിന്നു. അതിന്റെ പരിണിത ഫലം ഞാൻ എൻ്റെ ജീവിതത്തിൽ വിവിധ മേഖലകളിലൂടെ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നാൽ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്, എൻ്റെ അകൃത്യങ്ങളെ നീക്കുന്നവൻ യേശു മാത്രമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ പാപത്തെ മുഴുവൻ ഞാൻ യേശുവിൽ ഏറ്റുപറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് ശ്വാസം എടുക്കുന്നത് പോലെ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അനുഭവത്തെ ഞാൻ ഹൃദയം കൊണ്ട് തന്നെ ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഇതെന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ തെറ്റുകളെ കുറിച്ച് നീ ഓർത്താൽ, ഹല്ലേലൂയ, നമ്മുടെ തെറ്റുകളെ കുറിച്ച് ഓർത്താൽ നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പോലും അവകാശമില്ലെന്ന് അത്രമാത്രം ഭയാനകമായ തെറ്റുകൾ നമ്മുടെ ചെറുപ്രായം തൊട്ട് നാം നിൽക്കുന്ന ഈ പ്രായത്തിന്റെ ഈ സമയം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അനുദിനം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കുന്നു. രക്തം ചെയ്യും. അതുകൊണ്ട് മാതാവേ, പിതാവേ, മടങ്ങി വരണം. നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ ദൈവം വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹവും നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുക. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ ഒരുവോളം നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുക. നീ ദൈവത്തിന്റെ മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് നിന്നെ വെറും കൈകൊണ്ട് വിടാതെ നിന്റെ അല്ലലുകൾ മുഴുവൻ അറിഞ്ഞ്, നിന്റെ സങ്കടങ്ങൾ മുഴുവൻ അറിഞ്ഞ്, നിന്റെ കണ്ണുനീര് മുഴുവൻ കണ്ടിട്ട്, നിന്റെ കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി, നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി, നീ കടന്നു പോകുന്ന ഭയാനകമായ നിന്റെ സങ്കടങ്ങളെ എന്റെ കർത്താവ് മനസ്സിലാക്കിയിട്ട് നിന്നെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സമൃദ്ധിയായിട്ട് ദൈവം അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. നിന്റെ ജീവിതം പഴയകാല പഴഞ്ചൻ ജീവിതത്തെ മാറ്റിവെച്ചിട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിൻ നീ പുതിയ സൃഷ്ടിയായി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. പ്രാർത്ഥനയുടെ അകൃത്യങ്ങളെ ഏറ്റുപറയണം. നമ്മുടെ പ്രാർത്ഥന അകൃത്യങ്ങളെ ഏറ്റുപറയുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോടല്ല പാപം ഏറ്റുപറയേണ്ടത്. സാക്ഷാൽ സൃഷ്ടാവായി ദൈവത്തോട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപത്തിന് പരിഹാരം വരുന്ന, ശുദ്ധീകരണം വരുന്നത് കർത്താവിന്റെ ജീവിതത്തെ അവന്റെ രക്തം കൊണ്ട് പാപത്തിന്റെ കറകളെ കഴുകി ശുദ്ധീകരിക്കും. നിങ്ങൾ പാപം യേശുവിനോട് പറയുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ പാപത്തിന്റെ കറകളെ ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ കഴുകപ്പെടുമെന്ന് 1 യോഹന്നാന്റെ ലേഖനം 1-7 നിങ്ങൾ ചേർത്ത് വായിച്ചിട്ടാവും. തന്റെ പുത്രൻ കർത്താവുമായ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതേ, പാപത്തിന് ശുദ്ധീകരണം തരുവാൻ യേശുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയുള്ളൂ. പാപത്തിന് പരിഹാരം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. പാപിയമായ മനുഷ്യ, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നിനക്ക് തരണം ചെയ്യുവാൻ കഴിയാതെ നിൽക്കുമ്പോൾ, നീ മരണത്തിന്റെ കരയിൽ വീണ്ടിരിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ ശാപങ്ങൾ മാറാതെ, ബന്ധനങ്ങൾ മാറാതെ, കെട്ടുകൾ അഴിയാതെ, എന്നും നിരാശ, നീ ചെയ്യുന്നതെല്ലാം തകർച്ചയുടെ വക്കിലാണോ കടന്നു പോകുന്നത്? ജീവിതത്തിൽ ഉയരുവാൻ കഴിയാതെ കണ്ണുനീരാണോ നിന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നത്? എവിടെയാണ് നീ പാപത്തെ ഒളിച്ചു വെച്ചിരിക്കുന്നത്? എവിടെയാണ് പാപം മറച്ചു വെച്ചിരിക്കുന്നത്? പാപം മറച്ചു വെച്ച്, പാപത്തെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നീ ജീവിതത്തിൽ ഉയരുവാൻ ശ്രമിച്ചാൽ നിന്റെ ജീവിതം തകരും. അതുകൊണ്ട് ഇന്ന് പകൽ നീ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ശമൂവേൽ പ്രാർത്ഥിച്ച് മഴ ഇടി അയച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേൽ ശമൂവേലിനെ യഹോവയെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഇസ്രായേൽ പറയാം, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന്. അതെ, നമ്മളും അനുഭവത്തിലേക്ക് വരണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ പ്രാർത്ഥനയുടെ തിരുത്തുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, ബലപ്പെടുവാൻ കാരണമാകും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ പ്രാർത്ഥനയുടെ തിരുത്തുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അല്ല, നിങ്ങൾ പാപത്തിൽ തുടർന്നുകൊണ്ടിരുന്നാൽ, പാപത്തിൽ നിങ്ങൾ ജീവിച്ചു, പാപത്തിന് പരിഹാരം വരുത്താതെ, പാപത്തിന് ശുദ്ധീകരണം വരുത്താതെ നിങ്ങൾ പാപജലത്തിൽ തന്നെ ജീവിപ്പാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജഡത്തിൽ നിങ്ങൾ ബലഹീനത അനുഭവിക്കേണ്ടി വരും. രക്തം ചെയ്യാം. ജഡത്തിൽ ബലഹീനത അനുഭവിച്ച് നീ ഒരു ബലഹീനനായി മാറാതെ, പിന്നത്തെ രോഗിയായി മാറാതെ, നീ നിന്റെ തലമുറയിൽ ശാപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് പരിഹാരം വരുത്തണം.
നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ പോത്തിനെ അറുത്തത് കൊണ്ടോ, കാളയെ അറുത്തത് കൊണ്ടോ, കോഴിയെ വെട്ടിയത് കൊണ്ടോ, ആടിനെ അറുത്തത് കൊണ്ടോ, പക്ഷികളെ അറുത്തത് കൊണ്ടോ, നിങ്ങൾ ദീർഘദൂര അലരിയ സ്തോത്രം തീർത്ഥാടനം നടത്തിയത് കൊണ്ടോ, അലരിയ സ്തോത്രം അല്ലെങ്കിൽ മലകൾ കയറിയതുകൊണ്ടോ, മലകൾ ഇളകി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ, ആചാരങ്ങൾ ചെയ്തുകൊണ്ടോ, നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ നിങ്ങൾ കൊടുത്താലും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമില്ല. ഹല്ലേലൂയ. കർമ്മങ്ങൾ കൊണ്ടല്ല പാപത്തിന് പരിഹാരം വരുന്ന, കർമ്മങ്ങൾ കൊണ്ട് പാപത്തിന് പരിഹാരവുമില്ല. എന്നാൽ പാപത്തിന് പരിഹാരം ക്രൂശിലെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവരോട് പാപം ഏറ്റുപറയുമ്പോൾ മാത്രമാണ് പാപത്തിന് പരിഹാരം. കർമ്മങ്ങൾ കൊണ്ട് പാപം പരിഹരിക്കാൻ കഴിയില്ല. ഇന്നത്തെ പഠിപ്പിക്കലുകളും പല മതത്തിന്റെയും പഠിപ്പിക്കലുകൾ എന്ന കർമ്മം ചെയ്താൽ, നല്ലത് ചെയ്താൽ, അല്ലെങ്കിൽ മറ്റുള്ള സഹായിച്ചാൽ, ദാനധർമ്മങ്ങൾ ചെയ്താൽ പാപത്തിന് പരിഹാരം വരുത്തുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് മനുഷ്യൻ പാപത്തിൽ തന്നെ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പാപത്തിന് പരിഹാരം യേശുക്രിസ്തു മാത്രം. അപ്പൊ നിങ്ങളുടെ പാപത്തിന് പരിഹാരം തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾ പാപിയായ മനുഷ്യനാണ്. നിങ്ങളുടെ പാപത്തിൽ നിങ്ങളെ വീണ്ടെടുത്ത് നിത്യജീവൻ തന്ന് ദൈവരാജ്യം നിങ്ങൾക്ക് അവകാശമായി തരാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ദൈവരൂപത്തിൽ ഇരുന്നിട്ടും അവൻ ദൈവമെന്ന് ഓർത്ത് തന്നെ ഓർക്കാതെ ഈ താണഭൂമിയിലേക്ക് താഴ്ചയുള്ള മനുഷ്യനായി വന്നത്. അതിന് താഴ്ചയിൽ അവൻ ഈ ഭൂമിയിലേക്ക് അവൻ താഴ്ച പ്രാപിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. സർദീസിലെ സഭയിൽ പ്രാർത്ഥന കുറഞ്ഞതിനാൽ ആത്മീയ മരണം ഏർപ്പെട്ടു എന്ന് കർത്താവ് തന്നെ ആ സഭയെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം ആ സഭയ്ക്കകത്ത് പ്രാർത്ഥന കുറഞ്ഞുപോയി. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നവർക്ക് കാണാൻ കഴിയുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തന്നെ 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുക ഇങ്ങനെ കാണുന്നുണ്ട്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമുള്ളതായി കണ്ടു. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഹല്ലേലൂയ. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും എന്ന് കർത്താവ് അരുളി ചെയ്യുന്ന വചനത്തെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ സർദീസ് സഭയിൽ പ്രാർത്ഥന പോലെ ആത്മീയ മരണം നേരിട്ടു. ആ സഭയെ ദുഃഖത്തോടുകൂടി കർത്താവ് കണ്ടുകൊണ്ട് ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരിക്കുന്നു എന്ന് പറയുക. ജീവനുള്ള നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം ചേർത്ത് വാക്കിയ സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കെല്ലാം ജീവനുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാ, പാപത്തിൽ മരിച്ചവനാ. പാപം നിന്റെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുണ്ട്. പാപം നിന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നത് കൊണ്ട്, പാപം നിന്റെ മനസ്സിന് ഹൃദയത്തിൽ നിൽക്കുന്നത് കൊണ്ട് നിനക്ക് ജീവൻ എന്ന് പേരുള്ളവനുണ്ടെങ്കിൽ നീ മരിച്ചവൻ തന്നെയാ. അതുകൊണ്ട് നീ ഉണരാതിരുന്നാൽ കർത്താവ് കള്ളനെ പോലെ വന്നവൻ ന്യായം വിധിക്കുന്ന നാളിൽ കർത്താവിന്റെ വരവിങ്കൽ സ്തോത്രം നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നീ ഉണരാതിരുന്ന ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാതെ കുറെ പേർ സർദീസിൽ നിലക്കൊണ്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവരുടെ പേരേറ്റു പറയും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന സർദീസ് സഭയ്ക്ക് ദൈവം ദൂത് കൊടുക്കും പറയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന സ്വഭാവി, നീ മരിച്ചവനാ, പാപത്തിൽ മരിച്ചവനാ. മദ്യപാനം കൊണ്ടും വെറുക്കൂത്തുകൊണ്ടും പുകവലി കൊണ്ടും ജടികമായ വ്യഭിചാര പരസംഗ അശുദ്ധിയിലും ദുഷ്കാമത്തിലും പിടിച്ചുപറിയിലും മോഷണത്തിലും അഴിമതിയിലും കരിഞ്ചന്തയിലും അധികാരത്തിന്റെ സ്ഥാനമാനം തമ്മിലടിച്ച് മാതാപിതാക്കളെ തന്നെയും മാതാപിതാക്കൾ മക്കളെ തന്നെയും മക്കൾ മാതാപിതാക്കളെ തന്നെയും മാതാപിതാക്കളെ വയറ്റിന്ന് വലിച്ചിറക്കി വഴിയോരത്തും അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പൂരപ്പറമ്പിലും കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് വീട്ടിൽ പോയി സുഖരൂപ ജീവിതം നയിക്കുന്നവരും, മാതാപിതാക്കളെ വേണ്ടാഞ്ഞിട്ട് അവസാനം അവരെ കൊണ്ട് ഓർഫനേജിൽ വോൾട്ടേജ് മുകളിലേക്ക് തള്ളിക്കളയുന്നവരും. അല്ലേ
ആമേൻ. ജീവിതത്തിന് ഇഷ്ടാനുസരണം ജീവിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ പാപശരീരത്തെ അടിമയാക്കിക്കൊണ്ട് ജീവിക്കുന്ന സകല മനുഷ്യരും ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പിലാണ്. ഹല്ലേലൂയ. പാപം ഏറ്റു പറഞ്ഞിട്ട് മടങ്ങുക. നമ്മുടെ കർത്താവ് കള്ളനെ പോലെ വന്ന് ഏത് സമയത്ത് നിന്റെ അരിക്കൽ വരും നീ അറിയാകിയാൽ നീ ഉണരണം. നിനക്ക് ജീവനുള്ളവന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാ, പാപത്തിൽ മരിച്ചവനാ. ഇന്നത്തെ കാലത്ത് നമ്മുടെ വോൾട്ടേജ് ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുക. മാതാപിതാക്കളെ കൊണ്ട് വോൾട്ടേജ് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഓർഫനേജിൽ കുഞ്ഞുങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട. ഹല്ലേലൂയ. കണ്ടില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ 2, 3, 4 എത്രമാത്രം ഭ്രൂണഹത്യ ചെയ്തതെന്ന് പോലും മനുഷ്യർക്ക് പോലും അറിയാൻ കഴിയാതെ അത്രമാത്രം നീചവും ക്രൂരവും നികഷ്ടമായ പാപം ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ വസിക്കുന്നു. നല്ലൊരു ഭ്രൂണഹത്യ. ആമീൻ, സ്തോത്രം. ആമീൻ. സ്ത്രീയുടെ ഉദരത്തിൽ, സ്ത്രീയുടെ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ ശിശു ഉരുവാകുമ്പോൾ തന്നെ അതിനെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അതിനെ ഭ്രൂണഹത്യനെ നശിപ്പിച്ച് കളയുന്ന, ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന, അങ്ങനെ 1, 2, 3, 4 എണ്ണിയാൽ ഒടുങ്ങാത്ത ഭ്രൂണഹത്യ ചെയ്ത നീചന്മാർ, ക്രൂരന്മാർ ആമീൻ ഭൂമിയിൽ രാഷ്ട്രീയ തലപ്പത്തിൽ ജനത്തെ ഭരിക്കാൻ വേണ്ടി ജനം തെരഞ്ഞെടുത്ത നായകന്മാരായി നമ്മുടെ ഇടയിൽ പാപത്തിൽ വസിക്കുമ്പോൾ, ഭ്രൂണഹത്യ ചെയ്ത് കുലപാതകന്മാരായ ഒരു ജനത്തിനു മുമ്പിൽ അരങ്ങേറുമ്പോൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിനക്ക് മറച്ച് നടക്കാം. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ.
ദൈവസനിൽ നിനക്ക് മറയ്ക്കാൻ പറ്റത്തില്ല. ഇവിടെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ സാജനത്തെ ന്യായപാലനം ചെയ്തിരിക്കുന്ന ന്യായപാലനം ന്യായാധിപനും പ്രവാചകനും പുരോഹിതനും ഒക്കെ ആയിരിക്കുന്ന ശമൂവേലിനോട് ജനത്തിന് അതൃപ്തി തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ട ശമൂവേൽ എന്ത് ചെയ്തു? സാജനത്തിന് രാജാവിനെ വാഴിച്ചു കൊടുത്തിട്ട് താൻ തന്റെ ഉത്തരവാദിത്വം വിടവാങ്ങുകയാണ്. വിടവാങ്ങൽ സന്ദേശം നൽകുന്ന കൂട്ടത്തിലാണ് ഇസ്രായേലിന് അനുതാപത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ പ്രവൃത്തി അപ്പോൾ തന്നെ കൺമുമ്പിൽ മഴയും ഇടിയുമായി വെളിപ്പെട്ടു. അവർ ശമൂവേലിനെ യഹോവയും ഭയപ്പെട്ടു എന്ന് അവിടെ എഴുതി വെച്ചത്. അതുകൊണ്ട് അവർ മടങ്ങി വന്ന് എന്നിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രവാചക ശമൂവേലേ, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ അപ്പോൾ ഹല്ലേലൂയ ഈ ജനത്തിന്റെ കണ്ണുനീര് അനുതാപങ്ങളുടെ ശമൂവേൽ പറഞ്ഞ ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതെന്ന്. അതേ സ്നേഹിത, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രേക്ഷകരോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകളുണ്ട്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപം നമ്മുടെ ജീവിതത്തിൽ വരാതിരിപ്പാൻ വേണ്ടി പാപത്തിന് പരിഹാരം വരുത്തണം, രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ആദ്യമായി പ്രാർത്ഥന നടത്തിയത് അപേക്ഷ നടത്തിയത് നമ്മുടെ മുൻ പിതാവായ അബ്രഹാമായിരുന്നു. ഇസ്മായേൽ നിന്റെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി എന്ന് അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. അബ്രഹാമിന് കുട്ടികളില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് നിറവേറുന്ന സാഹചര്യങ്ങൾ നിറവേറുന്ന താമസമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തോട് ഇസ്മായിൽ നിന്റെ മുമ്പിൽ നടന്നാൽ മതി, ഹല്ലേലൂയ, ജീവിച്ചിരുന്നാൽ മതി അല്ലെ. അബ്രഹാം ദൈവത്തോട് പറഞ്ഞു. ഉടനെ ദൈവം നൽകിയ ഉത്തരം എന്താണ്? ഇസ്മായിലിനെ കുറിച്ച് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്ത സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിപ്പിക്കും എന്ന് വാഗ്ദത്തം ചെയ്തു. നമ്മുടെ ഉൽപ്പത്തി പുസ്തകം 17-18 17-20 വായിച്ചാൽ കാണാൻ കഴിയും. അബ്രഹാമിന്റെ അപേക്ഷയും ദൈവത്തിന്റെ മറുപടി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ, വചനം പറയുകയാണ്. നിങ്ങൾ പലവിധമായ കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചാലും വിശേഷിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കണം, എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ചോദിക്കണം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ സകലവും, നിനക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നിങ്ങൾ ദൈവത്തോട് പറയണം. പക്ഷേ നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാതിരിക്കരുത്, നിന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കരുത്, നിന്റെ ബന്ധുമിത്രാദികൾക്ക് സഭയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാതിരിക്കരുത്, നീ ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളെ ഓർത്ത് നീ പ്രാർത്ഥിക്കാതിരിക്കരുത്. നീ പ്രാർത്ഥിക്കാതിരുന്നാൽ അത് യഹോവയോട് പാപം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമതായി ദൈവത്തോട് അപേക്ഷിച്ചത് മുൻപിതാവായി യാക്കോബ് പുറപ്പെട്ട് ബേഥേലിലേക്ക് പോകാം. ഹല്ലേലൂയ. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടി ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് യാക്കോബ് പറയുന്നത്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 35:3 കാണും. നമുക്കറിയാം, യാക്കോബ് തന്റെ വീട്ടിൽ നിന്ന് പ്രയാണം ചെയ്യുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളും വെല്ലുവിളികളും യാക്കോബ് നേരിടേണ്ടി വന്നു. ചേട്ടന്റെ അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത് അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ചു. അമ്മയുടെ ഉപദേശപ്രകാരം താൻ വീട് വിട്ടിറങ്ങി തന്റെ യാത്രമതിയൊക്കെയും തന്നെ കാത്തൊരു ദൈവമുണ്ട്. യാക്കോബ് ആ കാര്യം ഓർത്തിട്ട് യാക്കോബ് പറയാൻ, ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് അവിടെ ഞാൻ യാഗപീഠം പണിയും. അതെ, പിതാക്കന്മാരെ നടത്തിയ ദൈവം നടത്തിയ ദൈവത്തിന് അവർ സ്തുതി സ്തോത്രങ്ങൾ ആരാധന കൊടുത്ത് അവരെ ദൈവസനെ പ്രാർത്ഥിച്ചത് മുൻ പിതാക്കന്മാർ ചെയ്തു വെച്ച അബ്രഹാം, ഇസഹാക്ക്, യാക്കോബൊക്കെ ചെയ്തു വെച്ച കാര്യങ്ങളെ നാം കണ്ടിട്ട് ഇനിയെങ്കിലും നാം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ബേഥേൽ എന്നതിന് ദൈവത്തിന്റെ വീടെന്നർത്ഥം. അത് സഭയെ കുറിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സഭയുടെ ആലയത്തിലേക്ക് വരുമ്പോൾ അപേക്ഷകളോട് യാചനയോട് കൂടെ വരണം. അതെ, ആ സ്ഥലത്തിന് യാക്കോബ് ബേഥേൽ എന്ന് പേരിട്ടു. ബേഥേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വീട് എന്നാണർത്ഥം. അത് സഭയെ കുറിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്തോത്രത്തോടെ വരണം. നിങ്ങൾ സഭയിലേക്ക് വരുമ്പോൾ സ്തോത്രത്തോടെ നിങ്ങൾ വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ 2 പുസ്തകം 7-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ ജനം. ഹല്ലേലൂയ.
അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ചവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. അത് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തണം. വായിച്ച വചനത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. എന്താണ് വായിച്ച വചനം? 1 ശമൂവേലിന്റെ പുസ്തകം 12-23 വാക്യം, ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാനിടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചുവള്ളതുമായ വഴി ഉപദേശിക്കും. കണ്ണുകൾ അടച്ചാട്ട് ഇതുപോലെ നിന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെയുണ്ട്. അതിന്റെ നിലവിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് പ്രാർത്ഥിക്കാതിരിക്കുന്ന പാപമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും നിന്റെ പ്രാർത്ഥന ജീവിതത്തെ പുതുക്കിയെടുത്തുക. നീ ദൈവത്തിലേക്ക് വന്നാൽ നിന്റെ കുടുംബത്തിന്റെ കഷ്ടതകളെല്ലാം ദൈവം നീക്കി തരും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഐശ്വര്യ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യം 800 കോടികളും ജനത്തെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടികളുടെ വോട്ടറായിരം വരെ പാർക്കുന്ന എല്ലാ ജനത്തെ ഞങ്ങൾ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ശൈശവത്തിനും ബാല്യകൗമാര യൗവനത്തിനും വാർത്തന്റെ അനുഭവത്തിനും അശ്വനി ആചരോപ്പണ ചോട്ട തടവറയിലായിരിക്കുന്ന സകല ജനങ്ങളും വിവിധമായ പാപത്തിനും പാപശരീരത്തിനും പാപം ചെയ്ത് ദൈവത്തോട് അകന്നിരിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു സാഹചര്യം ദൈവത്തോട് പാപം ചെയ്ത് അത് അവർക്ക് ദോഷമായി മാറിക്കഴിഞ്ഞപ്പോൾ ശമൂവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവ് ഈ ദിവസങ്ങളിൽ ജനതകളുടെ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് മടങ്ങിവന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ പാപത്തിന് പരിഹാരം വരുന്ന യേശു ക്രിസ്തുവിടെ ഒരു ശുദ്ധീകരണം പ്രാപിപ്പാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദൈവമക്കൾ ദാസന്മാർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരട്ടെ. മദ്യത്തിനും മയക്കുമരുന്നിനും മനസ്സ് ലഹരിക്കും അടിപ്പെട്ട് ഈ ലോകത്തിന് ജനിക വ്യഭിചാര പരസംഗ അശുദ്ധി ദുഷ്കാമത്തിൽ വീണ് കിടക്കുന്ന ജനത്തെല്ലാം ഇടിവീണ കള്ളക്കേസും കൈക്കൂലികളും അഴിമതി കരിഞ്ഞെന്ന പോറ്റിലൂടെ തീവ്രവാദ ഭീകരവാദ വർഗീയതയിലൂടെ ഞങ്ങൾ രാജ്യം നശിച്ചുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഒന്നടങ്കം വേട്ടയാടി നശിപ്പിക്കുന്ന ക്രൂരന്മാർ നീചന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവ് സഭ ഉണരനായി പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.